അതെ, 2 വർഷമായി ഞാൻ ഈ ചിട്ടി നടത്തുന്നു. ചിട്ടി കിട്ടിയവർക്ക് പൈസ അടക്കം ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ചേച്ചി. ആ രമണി. ആ പറ ചേച്ചി. ഇന്ന് ചിട്ടിയാണെന്ന് അറിയാവോ? അറിയാലോ. ചിട്ടി അടക്കേണ്ട ദിവസമാണെന്ന് അറിയാം അല്ലേ? അതും അറിയാം. അപ്പൊ നിന്റെ ചിട്ടി ഇവിടെ കാണുന്നില്ല പൈസ. അയ്യോ ചേച്ചി, എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. എന്ത് പറ്റി? നല്ല തലവേദനയാ. അതെ, നീ വേഗം വന്ന് പൈസ ഇങ്ങോട്ടക്ക്. തലവേദനന്റെ കാര്യം പറയാതെ. വനജേ, അല്ല, നീ ഇന്നലെ കാശ് തന്നതാണല്ലോ. ആണ്, ഞാനേ എന്നെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, നീ മുടിയൊക്കെ സ്മൂത്തിനൊക്കെ ചെയ്ത് സുന്ദരി ആയിരിക്കുന്നല്ലോടി. ഈ മാസത്തെ ചിട്ടി നിനക്ക് വേണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, നീ എന്റെ സ്മൂത്തിൽ കയറി പിടിച്ചപ്പോ മനസ്സിലായതാ. അല്ലടി, എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, ഈ ലോകത്തില് എല്ലാവർക്കും കാശിന് നല്ല അത്യാവശ്യമുണ്ട്. അതൊന്നും അല്ലടി, എന്റെ നാത്തുന്റെ ഇളയ അനിയന്റെ കല്യാണേ വരുന്ന ആഴ്ച. എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ബോട്ടക്സ് ചെയ്യണം, നല്ലൊരു പട്ടുസാരി വാങ്ങണം. അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. നീയേ ഈ ചിട്ടി എനിക്കൊന്ന് മറിച്ചു താ. ഈ വനജ നേരെ വാ, നേരെ പോ. ഈ വനജക്ക് ചിട്ടി എന്ന് പറഞ്ഞ ജീവനെന്ന് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് ഭർത്താവും മക്കളും എല്ലാം ഉള്ളൂ. എടി, വെറുതെ ഒന്നും വേണ്ട. ഈ ചിട്ടി തന്ന അതിന്നൊരു 10,000 നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. സുമേ, 10,000 എന്ന് പറയുമ്പം മയങ്ങി വീഴുന്ന പല പെണ്ണുങ്ങളും നീ കണ്ടിട്ടുണ്ടാവും. വനജേ, നീ അങ്ങനെ കാണരുതേ. ഇല്ല, എന്നാ നീ കാണണം. കൊള്ളാലോ. അപ്പൊ ചിട്ടി കഴിഞ്ഞ ഭർത്താവും മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അവർക്കും കൂടി വേണ്ടിയാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഓ അങ്ങനെ. എടി, കഷ്ടപ്പാടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ, നീ ചിട്ടിയൊക്കെ നടത്തി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പൊ നിന്റെ കെട്ടിയോ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലടി? ഇല്ലടി. അതെ, ഭർത്താവായോണ്ട് പറയാൻ പറ്റുമോന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അയാളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലടി. അയാള് വെറും വാഴയാ. വാഴയോ? എടി, നിന്റെ ഭർത്താവിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാവോ? അയ്യോ, വാഴാന്ന്. വാഴയെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരമുണ്ട്. വാഴക്കൊലതനും വാഴക്കാമ്പ് കൊണ്ട് തോരൻ വെക്കാം, വാഴപ്പിണ്ടി കറി വെക്കാം, വാഴനാര് പോലും ഉപയോഗപ്രദമാണ്. ഇത്രയും ഉപയോഗമുള്ള വാഴയെ നിന്റെ കെട്ടിയോനായി താരതമ്യം ചെയ്യാവോടി? എന്റെ കെട്ടിയോനെ കുറിച്ച് പറഞ്ഞ എനിക്കെന്താ ഇത്ര പൊള്ളൽ? അതൊക്കെ എന്റെ കെട്ടിയോൻ രാവിലെ 5:30 കൊണരും. അയ്യോ, എന്ത് പണിയും ചെയ്യും. യാതൊരുവിധ കൂട്ടുകെട്ടുകളോ അനാവശ്യ കുടിയോ വലിയോ ഒന്നും തന്നെ ഇല്ല. കൃത്യസമയത്തോണരും, കൃത്യസമയത്തുറങ്ങും. ഇവളെ വർത്താനം കേട്ട വിചാരിക്കോ വീട്ടിലാളത് ജയിലില്. എവിടെ ആയാലെന്താ, കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, എന്റെ ഭർത്താവിന്റെ മഹിമ പറഞ്ഞിരിക്കാണ്ട് നീ നേരത്തെ പറഞ്ഞ കാര്യം പറ. എന്ത് കാര്യം? 10,000 ചിട്ടി എനിക്ക് തന്ന 10 നിനക്ക്. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഈ സുമക്കോരി വാക്കേ ഉള്ളൂ. ഞാൻ മറിച്ചു തരാം. പക്ഷെങ്കിൽ ഇത് ഓൺലൈനായിട്ട് നടക്കുന്ന കുറിയല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ നിന്റെ പേരിടും? എടി, നീ ഇതങ്ങോട്ട് പിടി. ഇത് തുറന്ന് കുലുക്കി ഏതെടുത്താലും സുമ. അപ്പൊ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചതല്ലേ? അയ്യോ, എന്റെ അമ്മായിയമ്മ. എടി, ഈ തള്ളിന്ന് എന്നതിന് ഇങ്ങോട്ടേക്ക് പോയിരുന്നല്ലേ? നിന്റെ അമ്മായിയമ്മ ഇവിടെ ചിട്ടിക്കൊണ്ടടി. എടി, നീ എന്തേലും പറഞ്ഞൊന്ന് ഒഴിവാക്കി വിട. ഞാനേ ഒന്നങ്ങോട്ട് മാറിയിരിക്കാം. വനജ മോളെ, ഓ, നറുക്കിന്റെ സമയായോ? ഇല്ല, ആവാൻ പോതേ ഉള്ളൂ. അയ്യോ, സുമ വന്നിട്ട് പോയോ? മരുന്ന് കുടിച്ചപ്പോ വന്ന ചുമ അങ്ങ് പോയി. അയ്യോ, നിന്റെ ചുമയുടെ കാര്യല്ല, എന്റെ മരുമോള് സുമ ഇവിടെ വന്നിരുന്നോന്ന്. അവള് വരുന്നത് കണ്ടേ. അവള് പോയോ? പോയി. അതെ, എന്റെ മരുമോളായതുകൊണ്ട് പറയല്ല കേട്ടോ, എന്തോരം കഴിവുള്ളവളാന്നറിയോ. മരുമോളെ കുറിച്ച് ഇപ്പെങ്കിലും നല്ലത് പറഞ്ഞല്ലോ. അയ്യോ, പിന്നെ പറയണ്ടേ. അതെ, അവൾക്ക് എഴുതാനുള്ള കഴിവുണ്ട്. സ്ക്രിപ്റ്റ് വരെ അവൾ എഴുതും. സിനിമ? ഹേയ്, സിനിമേനെ കുറിച്ചല്ല, എന്നെ പറ്റിയില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാനേ അവള് ഭയങ്കര മിടിക്കാ കേട്ടോ. പക്ഷേ അവളതെന്റെ മോനോട് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് കേക്കണം. ജിത്തു ജോസഫ് പോലും തോറ്റു പോകും. അയ്യോ, മരുമോളെ കുറിച്ചൊന്നും ഇങ്ങനെ പറയല്ലേ. അയ്യോ, മരുമോളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ പിന്നെ നമ്മളൊക്കെ എന്തിനാ അമ്മായി
പോട്ടടി, ഒരു കാര്യം ചെയ്യാം, നീയേ എനിക്ക് ഈ ചിട്ടി ഒന്ന് തരണം കേട്ടോ. അയ്യോ അത് പറ്റില്ല. അതെന്താ? അല്ല നറുക്ക് വിടാ ഞാൻ തരൂ. തരൂ തരൂ. നീ ഇത് പിടിക്ക്. എന്തിന്? അതെന്താന്ന് വെച്ചാലേ എനിക്ക് നറുക്ക് വേണം. ഇതില് എല്ലാം എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓമന. ഒരു വീട്ടിൽ ഒരേപോലെ ചിന്തിക്കുന്ന 2 പേര്. അതെ, നീ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. അതെ, എനിക്ക് ഈ നറുക്ക് വീഴുവാണെങ്കിലേ ഒരു 10,000 നിനക്ക് ഞാൻ തരും. അയ്യോ അതും സെയിം. നിങ്ങൾക്ക് എന്തിനാ ഈ പൈസ? അതെ, വേണം. എന്ത്? എനിക്ക് ടച്ച് ഫോണ് വേണമെന്ന്. എന്ത് കാര്യത്തിന്? അതെ, എനിക്കൊന്ന് വൈറൽ ആവണം. യൂട്യൂബ് ചാനൽ എടുത്തിട്ട് എനിക്കൊന്ന് വൈറൽ ആവണം. എടി നീ എനിക്ക് താടി. ദേ എനിക്ക് വൈറലായിട്ട് എന്റെ മരുമോളിലെ അസൂയയും കുശുമ്പും കുഞ്ഞാമേ നടക്കുന്ന എന്റെ മരുമോളുടെ മുന്നിലെ ദേ അവളെ ഞാൻ 4 നല്ല വർത്താനം ഞാൻ പറയും. അവളിങ്ങോട്ട് വരട്ടെ. നിങ്ങൾക്ക് എന്നോടല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അയ്യോടി, നിന്റെ എന്ത് കണ്ടിട്ടാ ഞാൻ അസൂയപ്പെടേണ്ടത്? ആഹാ, അവളിവിടെ ഉണ്ടായിരുന്നല്ലേ? അയ്യോ, ഒരു സുന്ദരി കോത. എടിയേ, നീ എന്റെ മോന്റെ പകുതി ശമ്പളം എടുത്തിട്ട് ഈ മേക്കപ്പ് ഒക്കെ വാങ്ങുന്നത്? ആണ്. ബാക്കി പകുതി എന്തിനാ തള്ളേ? നിങ്ങൾക്ക് മുറുക്കം വാങ്ങാനല്ലേ? കാണക്കായി പോയി. അത് എന്റെ മോനോടാ. എടി വനജ, നീ നടക്കട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനാണ് ഇവിടെ ആദ്യം വന്നത്. ഞാനാണ് നിനക്ക് ആദ്യം 10,000 തരാമെന്ന് പറഞ്ഞത്. ആ 10,000 എപ്പോ? അത് നേരത്തെ. അതെ, ഒരു കാര്യം ചെയ്യാം. ആ 10ന്റെ കൂടെ ഞാനൊരു 500 കൂടിയാ 10,500 തരുവാ? ആ തരും. അന്ന് പിന്നെ ഞാൻ എടുക്കാം. 10,500. 11 തരുവോ? അതെ, 11,000 തരും. എങ്കില് 11,500. 11,500 പോരട്ടെ പോരട്ടെ പോരട്ടെ. 11,500 ഇതാ ഉറപ്പിക്കാൻ പോലെ. ഞാൻ ഉറപ്പിക്കുന്നത് 12. അതെ, 12 ഉറപ്പിക്കാൻ പോകുന്നു. ഇല്ല, 13. 13 ഞാൻ ഉറപ്പിക്കാം. സുമേ ഞാൻ ഉറപ്പിക്കും. 13 ഉറപ്പിക്കുവേ. ഇതാ 1 തരം 2 തരം 15. അതെ, അമ്മയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ മരുമോൾ മുന്നേറുകയാണ്. ഇതാ 16. അതെ, അമ്മായിയമ്മ ഇതാ കടത്തി വെട്ടിച്ചിരിക്കുന്നു. 16. സുമേ 16. സുമേ 16. 1 തരം 2 തരം 18. ഇത് അമ്മായിയമ്മ മരുമോൾ തോൽപ്പിച്ചിരിക്കുന്നു. 18. 20 പോരട്ടെ. 1 തരം 2 തരം സുമ പോരട്ടെ. 22. 22. ഇത് സുമേ 22 അമ്മായിയമ്മ പിടിച്ചിരിക്കുന്നു. ഇത് സുമ തോറ്റു മടങ്ങുകയാണ് സോദരി പറേ. ഇത് സുമ തോറ്റു മടങ്ങുന്നു. 22. 1 തരം 2 തരം 3 തരം 25. ഞാനിപ്പോ ഉറപ്പിക്കേ. 1 തരം 2 തരം 30. എന്തുകൊണ്ട്? ചിട്ടി 25 ഉള്ളൂ. അയ്യോ, 25 ഉള്ളോ? അയ്യോ സാറില്ല, ഞാൻ ചിട്ടിന്ന് പിന്മാറി കേട്ടോ. അയ്യോ പാവ എന്റെ മരുമോളെ. ആ 25 നീ അവൾക്ക് കൊടുത്തേക്ക്. പിന്നെ ഇല്ലേ, ആ 25 തിരിച്ചു മേടിക്കണം കേട്ടോ. അതെ സുമേ, 25,000 നിനക്ക് അടിച്ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്റെ 25. നിന്റെ 25 ആരോട് കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ തന്നിരിക്കും. ഈ സുമയ്ക്ക് വാക്ക് ഒന്നേ ഉള്ളൂ. എന്നാലും സാരമില്ല, എനിക്ക് ഈ തള്ളി തോപ്പിക്കാൻ പറ്റില്ല, അത്ര മതി. അയ്യോ, ഞാൻ തോറ്റാൽ എന്ത്? അവിടെ 25 പോയില്ലേ? ഇതെന്തൊരു അമ്മ മരുമകളും അമ്മായിയമ്മയും.